ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അവൾ എന്തിനാണ് മറ്റേ അടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? മറ്റേ ചിബുവിന്റെ അടുത്ത് നമ്മുടെ അനിയത്തി എന്തിനാണ് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് ചിലപ്പോ വഴിയിൽ വെച്ച് കണ്ടപ്പോ മിണ്ടിയതായിരിക്കും. വഴി വെച്ച് കണ്ടപ്പോ മിണ്ടിയതായിരിക്കും. പിന്നെ ചേച്ചി ഞാൻ അങ്ങോട്ട് പോവായിരുന്നു, ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ബൈക്കില്. അപ്പോഴാണ് അവൾ അവന്റെ തുറക്കാത്ത കടയുടെ ഫ്രണ്ടിൽ രണ്ടുപേരോട് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ അവനോടൊന്നും പറഞ്ഞില്ലയോ? ഞാൻ എന്ത് പറയാനാ, ഞാൻ ബൈക്കിലായിരുന്ന, ഞാൻ അവസാനമാണ് കണ്ടത്. ആദ്യം എന്റെ ഫ്രണ്ടാണ് കണ്ടത്. അതെ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. യവന്മാരൊക്കെ എങ്ങനെയാണ്, എങ്ങനത്തെ ഉള്ളവന്മാരെ നമുക്ക് നേരെ അറിയത്തൊന്നുമില്ല. ഇങ്ങനെ കാര്യം പറഞ്ഞ് അടുത്ത് കൂടും. പിന്നെ അവസാനം കിടന്ന് കൈയും കൈയോട് അടിച്ചിട്ട് കാര്യമില്ലേ. ഇങ്ങോട്ട് ജോയിൻ, ഇങ്ങോട്ട്. എടാ, അവളിപ്പോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവൾക്ക് നിക്കാനും അറിയാം. അതനുസരിച്ച് അവക്ക് നിക്കാനും അറിയാന്ന്. ചേച്ചിയാണ് എല്ലാത്തിനും പ്രശ്നം. ചേച്ചിയാണ് വളം വെച്ച് കൊടുക്കണത് കേട്ടോ. അതെ, ഞാൻ തന്നെയാണ് വളം വെച്ച് കൊടുക്കണത്. ഞാനിട്ട വളമാണല്ലോ നിനക്കുള്ളത്. അതെ, അതുകൊണ്ടാണ് നീ വളർന്ന് തഴച്ച് കൊലച്ച് തൊലഞ്ഞു പോയത്. ഞാൻ എന്തായാലും പറയാമെന്ന് ഇവിടെ ഫുൾ അലമ്പ്. ഞാൻ പോണിഞ്ഞേ. നീ എന്ത് പട്ടിഷോ കാണിക്കണ? നീ എന്തിനാ പാത്രം കൊടുത്ത് താഴെട്ടെ? അതിനുശേഷം വേറൊരു സൗണ്ട് കേട്ടായിരുന്നല്ലോ. എന്തായിരുന്നു? അതൊന്നും കൂട്ടാൻ പറ്റൊന്നുമില്ല. അതെ, നീ പാത്രം തായിട്ട് എന്തിനാന്ന് പറ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്തിനാ, ഞാൻ ചുമ്മാ അവിടെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ, നിന്റെ വരവിന് മറ്റുദ്ദേശം ഉണ്ടായിരുന്നു. കേശു, നിനക്ക് എന്തെങ്കിലും ശിവയോട് പറയണമെങ്കിൽ നീ അവളോട് പറയാ, അല്ലാതെ ലച്ച് പറയുന്നല്ലേ ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കല്ല വേണ്ടുന്നത്. ഞാൻ ശിവയോട് പറഞ്ഞോളാം. പറയാ മാത്രല്ല, മുഖം നോക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. കേശു, നീ എന്നെ പേച്ച് പേசுற? അവ പെരിയ പൊണ്ണ് അടിക്കാനുള്ള മുടിയാത്. പൊണ്ണോ പയ്യനോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്തോളാം. മൂത്തനെ കണ്ടല്ലേ ഇളയത് പഠിക്കുന്നേ? അല്ല, എല്ലാരും പറയുന്നൊന്ന് നോക്കിയതാ. വേണ്ടേട്ടെ, ആവശ്യമില്ലേ? ഈ സമയത്ത് വരേണ്ട കാര്യമില്ല. വായമിച്ചൊരു ഉണ്ടായിരുന്ന നിനക്കുള്ള അത് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അവളെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോ എല്ലാരും വായും വെച്ചൊരു ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഇടയെ കയറാൻ വരില്ലേ? ഒന്നാമത് ആവശ്യമില്ലാത്ത പ്രശ്നമാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. വാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൾ ഇങ്ങോട്ട് വന്ന് കയറി ഞാൻ അവളോട് കാര്യഗൗരവമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോ ആരെയും അതിന്റെ ഇടയ്ക്ക് കയറിയാ ലച്ചേച്ചിയെ, പ്രത്യേകിച്ച് ചേച്ചി ഇടയ്ക്കറിയ അമ്മച്ചേടെ തൂക്കിയെടുത്തിയാ അവിടെ കുഴപ്പത്തോണ്ട് വിടും കേട്ടോ. ഓ കാണാം. അതെ, ഈ വീട് ഇപ്പൊ നിന്റെ പേരിൽ മാത്രമല്ല, എന്റെയും കൂടെ പേരിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എങ്ങോട്ട് പോണം, എങ്ങോട്ട് വരണം എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തോ ആടേ രാവിലെ തന്നെ കച്ചറ. അല്ല കേശുവേ, നിനക്ക് ഈ വീട്ടിൽ കിടന്ന് ബഹളം വെക്കണ സ്വഭാവം ഇത്രയിട്ട് മാറിയില്ലേ? ചേച്ചി, എന്താണ് വീടെന്നോ വാടക എന്നൊക്കെ പറയുന്ന കേട്ട് വീണ്ടും അടക്കായ രണ്ടും കൂടെ? சிவா, நீ காலையில ஒண்ணுமே சாப்பிடாம தானே போன? நீ வா, நான் உனக்கு தோசை சுட்டு வச்சிருக்கேன், தரேன். இப்ப வர வர உனக்கு இந்த சாப்பாட்டு விஷயத்துல எல்லாம் கண்டுக்கவே மாட்டேங்கிற. அந்த രീതിയെല്ലാം கொஞ்சம் മാറ്റണോടാ. ആന്റിക്ക് എന്താണ് ആന്റി പെട്ടെന്ന് എന്റെ രീതി ശീലമൊക്കെ മാറ്റാനായിട്ടൊരു ഒരു അടവ്? വേണ്ടാ ചേച്ചി, എന്താണ് പ്രശ്നം? അതെ, ഞാൻ പറയുന്നത് നീ കൊറേ പറയേണ്ടി വരും. നീ ഇതവിടെ പോയതാ കൊച്ചേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത്. ഇവിടെ ആരുടെ ചോദിച്ചിട്ടാണ് നീ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത്? ഇവിടെ ആരും ചോദിക്കാനാ? അപ്പുറത്തെ രാജ്യത്തൊന്നും അല്ലല്ലോ, ഈ ജംഗ്ഷനിലല്ലേ. പിന്നെന്തുവാ ഇയാള് വായ കൊണ്ട് അടിച്ച് പൊട്ടിക്കാനായിട്ട് ഇയാള് പറയുന്ന കേട്ടാ മതി കേട്ടാ. നിങ്ങൾ പറയുന്ന കേട്ട് നിൽക്കാനായിട്ട് ഞാൻ തന്നെ കൊച്ച പറയണത്. കൊച്ചെ ലെറ്റ് സ്നേഹിച്ച് അങ്ങ് അറ്റ സ്നേഹിക്കും. എടഞ്ഞാലുണ്ടല്ലോ അറിയാലോ, കൊമ്പനാണ് ഞാൻ. ഇയാള് കൊമ്പനല്ലേ, കുഴിയാനാണ്. പോയേച്ചി അവിടെ കറിയാൻറ്റി ഇതിനെ വിളിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ മേടിക്കും. പോ വിളിച്ചോണ്ട്. சிவாவா, நிறைய விஷயம் பேசுறதுக்கு இருக்கு. ശിവ, നിന്റെ അടുത്ത് ഞാൻ പോവാനാ പറഞ്ഞത്. പോ. ദോശ സുടു സുടാ തരേൻ. വാ. എന്റെ ദൈവം, ഏത് നേരത്താണ് കുഴിപ്പണത്തൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നോക്കിക്കോ, ആ കൊച്ചിനെ ഇടല്ലേ നിന്നെ ശരിയാക്കും. ஐயோ சிவா, நீ போனதுக்கு அப்புறம் இங்க பெரிய பிரச்சனையாச்சு. கேசு வந்து சத்தம் போட்டான். உனக்கு இதெல்லாம் தெரியுதா?